അങ്ങനെ ഇന്ന് മൂന്നാറിലെ രണ്ടാമത്തെ ദിവസമാണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇനി ഒരു ചായ കുടിക്കണം. തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചായക്കട കേട്ടോ. അവിടെ നല്ല മുട്ട പുഴുങ്ങി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ രാവിലെ വെറും വയറ്റിലൊരു മുട്ട പുഴുങ്ങി കഴിച്ചു. പിന്നെ ഒരു ചായയും. ഇനി നേരെ കുളിച്ച് റെഡി ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ വന്നു, ബ്രേക്ക്ഫാസ്റ്റ്. ആ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് അപ്പവും മുട്ടയാണേ. അപ്പം 9 മണിയാകുമ്പം ഗസ്റ്റ് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം 9:05 മിനിറ്റ് ഉള്ളപ്പോൾ അവരിറങ്ങി. ഞങ്ങൾ നേരെ വന്നത് എക്കോ പോയിൻറ്റിലേക്കാണ്. ഇതാണ് എൻ്റെ ഗസ്റ്റ്. ഇപ്പോൾ എക്കോ പോയിൻറ്റിൽ തിരക്ക് വളരെ കുറവായിരുന്നു. എക്കോ പോയിൻറ്റിലും പൊതുവേ റോഡുകൾ ഭയങ്കര തിരക്ക് കുറവായിരുന്നു. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് എക്കോ പോയിൻറ്റിലും വളരെ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എൻട്രി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് പോകുന്നത്. എൻട്രി എടുക്കാൻ വലിയ പാടുള്ള ഗസ്റ്റായിരുന്നു. ഇപ്പോൾ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പെഡൽ ബോട്ട് വേണേൽ പെഡൽ ബോട്ടുണ്ട്. അല്ലാത്ത സ്പീഡ് ബോട്ടൊക്കെ വരുന്നത് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. ഈ എക്കോ പോയിൻറ്റിൽ നിരന്തരം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗസ്റ്റിനെ കൊണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കരിക്ക് വിൽക്കുന്നുണ്ട്. ആ കരിക്ക് തിന്നാൻ വേണ്ടി ആന ഇറങ്ങി വരും. പടയപ്പയാണ്. ഇതൊരു ചെക്ക് പോസ്റ്റാണ്. എക്കോ പോയിൻറ്റിൻ്റെ അടുത്തുള്ള ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്നാണ് കുണ്ടല ടോപ്പ് സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. നേരെ വട്ടവട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ എക്കോ പോയിൻ്റൊക്കെ കഴിഞ്ഞ് അവർ വന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. അപ്പോൾ ഡാം ജസ്റ്റ് അവരൊന്ന് കണ്ടു, ഫോട്ടോ എടുത്തു. നേരെ പോകുന്നത് ഇനിയും ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പം ടീ ഫാക്ടറി എത്തി. ടീ ഫാക്ടറിയിൽ ക്യൂ ഉണ്ടായിരുന്നു. അവിടെ 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഇതാണ് അവിടുന്ന് വേണേൽ തേയിലയും മേടിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ പ്രായമായ 2 സായിപ്പന്മാരാണ് അവിടെ നിന്നത്. അവരാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കറങ്ങാനൊക്കെ ഇറങ്ങി. നമ്മളൊന്നും ആ സമയത്ത് പോലും അറിയില്ല. ഇത് ഒരു സ്പൈസ് ഗാർഡനാണ്. അപ്പോൾ അവർക്ക് ഗാർഡൻ കാണണമെന്ന് പറഞ്ഞിട്ട് ഗാർഡനിലേക്ക് കയറ്റിയാണ്. ഇത് ആലുവാലിയാണ്. അപ്പോൾ അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ചോറും ചിക്കൻ കറിയായിരുന്നു. മോര് കറി, മത്തങ്ങ ഇട്ടത്, പയറുണ്ടായിരുന്നു, പിന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു. നല്ല ഊണായിരുന്നു അവിടുത്തെ. അത് സ്റ്റാഫിൻ്റെ ഊണാണ്, നമുക്കും ഉണ്ട്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി നിന്നപ്പോഴാണ് കുറേ ചേട്ടന്മാരവിടെ നിന്ന് ക്യാരം ബോർഡ് കളിക്കുന്നത്. അപ്പോൾ ഞാനും കുറച്ച് നേരം കളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പം അകത്തോട്ട് കയറ്റിയില്ല. അവിടെ വർക്ക് നടക്കുന്നതായതുകൊണ്ട് അകത്തോട്ട് കയറ്റിയില്ല. ജസ്റ്റ് ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അവർക്ക് മക്കഫ, ഇത് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ ഈ ഫാക്ടറിയിൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും കാണാം, വാങ്ങുകയും ചെയ്യാം. അവരൊന്നും വാങ്ങിയില്ല, ചുമ്മാ ജസ്റ്റ് കണ്ടിങ്ങി പോന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു സാരിക്കട ഉണ്ടായിരുന്നു. ഇതാണ് സാരിക്കട കേട്ടോ. ഇത് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഓപ്പോസിറ്റായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക്, ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് കേട്ടോ. ഇത് വോൾട്ടയർ ബലൂണാണ്. ഇപ്പോൾ ഒരാൾക്ക് വരുന്നത് 1500 രൂപയാണ്. അപ്പം അവരത് എടുക്കത്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സാരിക്കട ഉണ്ടായിരുന്നു, കസവാലെ. പിന്നെ ഞാൻ ആ ഗസ്റ്റിനെ കൊണ്ടുവിട്ടിട്ട് ഞാൻ നേരെ ഒരു ചായ കുടിക്കാൻ വീണ്ടും ഇറങ്ങി. അങ്ങനെ ചായ കുടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറി കഴിച്ചു കേട്ടോ. ഞാൻ നേരെ കിടക്കണം. ഇനി നാളെ രാവിലെ എഴുന്നേൽക്കണം. അങ്ങനെ നേരം വെളുത്തു. ഞാൻ റെഡിയായി. ഇന്ന് പോകുന്നത് നേരെ ആലപ്പുഴയ്ക്കാണ്. അവർ 8:30 ആകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അവരെയും വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഗസ്റ്റ് വന്നു. ഏകദേശം 8:40 ആയപ്പോൾ അവരിറങ്ങി. ലഗേജൊക്കെ വന്നു. ഒരു ലഗേജേ ഉള്ളായിരുന്നു, ഒരു പെട്ടി. അവർ 5 ദിവസത്തെ ഇതിന് വന്നതാണ്. നമുക്ക് 5 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ രാമേശ്വരമൊക്കെയാണ് പോകുന്നത്. നമുക്ക് കന്യാകുമാരി ഡ്രോപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഇത് ചീയപ്പാറ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. അവിടെ ഒട്ടും വെള്ളമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തി. പിന്നെ നേരെ വന്നത് തണ്ണീർമുക്കമാണ്. തണ്ണീർമുക്കം മൺ റോഡാണിത്. അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ വിടാൻ വേണ്ടി അവരെ അവിടെ ഇറക്കി. അപ്പം അവിടുത്തെ സ്റ്റാഫുകൾ വരാൻ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് അവിടെ നിന്നു. അങ്ങനെ അപ്പോഴത്തേനും സ്റ്റാഫ് വന്നു. ലഗേജ് എടുക്കുന്ന താമസമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചേട്ടൻ ലഗേജ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ പോയത് കുറച്ച് ചോറ് കഴിക്കാനാണ് കേട്ടോ. നല്ല ചോറും മീൻ വറുത്തതും കഴിച്ചു. അയല വറുത്തായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു, മീൻചാറുണ്ടായിരുന്നു. നല്ല ഊണായിരുന്നു കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ റൂം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോസിയാൻ്റെ അടുത്ത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ അറ്റത്ത് കാണുന്ന റൂമാണ് എൻ്റെ കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ റൂമിലേക്ക്. ഇനിയും കുറച്ച് നേരം വിശ്രമിക്കണം. നാളെ നമുക്ക് കോവളത്താണേക്കാണ് പോകേണ്ടത്. അപ്പോൾ കോവളത്തെ വിശേഷങ്ങളൊക്കെ കാണാം നാളെ. ഓക്കെ, ബൈ.